വൈക്കം മുഹമ്മദ് ബഷീർ സ്വാതന്ത്ര്യസമര പോരാളിയും മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യസമര പോരാളിയുമായിരുന്നു. ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ. ജനനം 1908 ജനുവരി 21 തലയോലപ്പറമ്പ്, വൈക്കം, കോട്ടയം ജില്ല. മരണം 1994 ജൂലൈ 5. 1982 ഇന്ത്യാ ഗവൺമെന്റ് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവുമധികം വായിക്കപ്പെട്ട എഴുത്തുകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. ജനകീയനായ എഴുത്തുകാരനായിരുന്നു ബഷീർ. ജീവിതരേഖ: 1908 ജനനം. 1942 അറസ്റ്റും ജയിൽവാസവും. ആദ്യ കൃതി പ്രേമലേഖനം. 1944 ബാല്യകാലസഖി. 1947 ശബ്ദങ്ങൾ. 1951 എൻ്റെ ഉപ്പക്കൊണ്ടൊരാട്. 1953 ആനവാരിയും പൊൻകുരിശും. 1954 ജീവിത നിഴൽപ്പാടുകൾ. വിശപ്പ്. 1958 വിവാഹം. 1959 പാത്തുമ്മയുടെ ആട്. 1965 മതിലുകൾ. 1968 താര സ്പെഷ്യൽസ്. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്. 1975 ചിരിക്കുന്ന മരപ്പാവ. 1981 കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്. 1982 പത്മശ്രീ. 1987 ഡിലീറ്റ് ബിരുദം. 1994 മരണം. 1908 ജനുവരി 21 തിരുവിതാംകൂറിലെ, അതായത് ഇപ്പോഴത്തെ കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽ ഉൾപ്പെട്ട തലയോലപ്പറമ്പ് ഗ്രാമത്തിൽ ജനിച്ചു. പിതാവ് കായി അബ്ദുൾ റഹ്മാൻ, മാതാവ് കുഞ്ഞാത്തുമ്മ. പ്രാഥമിക വിദ്യാഭ്യാസം തലയോലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലും. രസകരവും സാഹസികവുമായിരുന്നു ബഷീറിന്റെ ജീവിതം. സ്കൂൾ പഠനകാലത്ത് 5ാം ക്ലാസ് കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്നും ഒളിച്ചോടിയതാണ് ബഷീറിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. കാൽനടയായി എറണാകുളത്ത് ചെന്ന് വണ്ടി കയറി കോഴിക്കോട്ടെത്തിയ ബഷീർ സ്വാതന്ത്ര്യസമര രംഗത്തേക്ക് എടുത്തുചാടി. ഗാന്ധിജിയെ തൊട്ടു എന്ന് പിൽക്കാലത്ത് അദ്ദേഹം അഭിമാനത്തോടെ പരാമർശിച്ചിട്ടുണ്ട്. 1930 കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ജയിലിലായി. പിന്നീട് ഭഗത് സിംഗ് മാതൃകയിൽ തീവ്രവാദ സംഘമുണ്ടാക്കി. തീവ്രവാദ സംഘടനയുടെ മുഖപത്രമായ ഉജ്ജീവനത്തിലെഴുതിയ തീപ്പൊരി ലേഖനങ്ങളാണ് ആദ്യകാല കൃതികൾ. പ്രഭ എന്ന തൂലികാനാമമാണ് അന്ന് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. വാരിക പിന്നീട് കണ്ടുകിട്ടി. തുടർന്ന് കുറേ വർഷങ്ങൾ ഇന്ത്യയിലൊട്ടാകെ അലഞ്ഞുതിരിഞ്ഞ് അതിസാഹസികമായ ഈ കാലയളവിൽ ബഷീർ കെട്ടാത്ത വേഷങ്ങളില്ല. ഉത്തരേന്ത്യയിൽ ഹിന്ദു സന്യാസിമാരുടെയും സൂഫിമാരുടെയും കൂടെ ജീവിച്ചു. പാചകക്കാരനായും മാജിക്കുകാരന്റെ സഹായിയായി കഴിഞ്ഞു. പല ജോലികളും ചെയ്തു. അറബി നാടുകളിലും ആഫ്രിക്കയിലുമായി തുടർന്നുള്ള സഞ്ചാരം. ഏകദേശം 9 വർഷത്തോളം നീണ്ട ഈ യാത്രയിൽ അദ്ദേഹം പല ഭാഷകളും ഗ്രഹിച്ചു. മനുഷ്യജീവിതത്തിന്റെ എല്ലാ വശങ്ങളും, തീവ്ര ദാരിദ്ര്യവും മനുഷ്യദുരവസ്ഥയും നേരിട്ട് കണ്ടു. ബഷീറിന്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിന്റെ സാഹിത്യം എന്ന് പറയാം. അതുപോലെ സ്വതന്ത്രമായി ലോകസഞ്ചാരം നടത്തിയ എഴുത്തുകാർ മലയാള സാഹിത്യത്തിൽ വിരളമാണെന്ന് പറയാം. ലോകം ചുറ്റുന്നതിനിടയിൽ കണ്ടെത്തിയ ഒട്ടേറെ ജീവിത സത്യങ്ങൾ അദ്ദേഹത്തിന്റെ കൃതികളിൽ കാണാം. പത്മനാഭ പൈ പത്രാധിപരായിരുന്ന ജയകേസരിയിൽ പ്രസിദ്ധീകരിച്ച തങ്കം ആണ് ആദ്യം പ്രസിദ്ധീകരിച്ച കഥ. ജോലി അന്വേഷിച്ചാണ് ബഷീർ പത്രാധിപരുടെ അടുത്തെത്തിയത്. എന്നാൽ ജോലി തരാൻ നിവൃത്തിയില്ലെന്നും കഥ എഴുതിത്തന്നാൽ പ്രതിഫലം തരാം എന്നും മറുപടി കേട്ട ബഷീർ ഗത്യന്തരമില്ലാതെ ഒരു കഥ എഴുതുകയായിരുന്നു. കറുത്തിരുണ്ട് വിരൂപയായ നായികയും ചട്ടുകാലും കോങ്കണ്ണും കൂനുമുള്ള യാചകൻ നായകനുമായി എഴുതിയ ആ കഥയാണ് തങ്കം.
സാഹിത്യശൈലി. ബഷീറിന്റെ കൈപ്പട. സാമാന്യം മലയാള ഭാഷ അറിയാവുന്ന ആർക്കും ബഷീർ സാഹിത്യം വഴങ്ങും. വളരെ കുറച്ച് മാത്രമെഴുതിയിട്ടും ബഷീർ അല്ലെങ്കിൽ ബഷീർ സാഹിത്യം എന്നത് മലയാളത്തിലെ ഒരു സാഹിത്യശാഖയായി മാറിയത് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളുടെ കരുത്ത് കൊണ്ടായിരുന്നു. ഹാസ്യം കൊണ്ട് അദ്ദേഹം വായനക്കാരെ ചിരിപ്പിച്ചു കൂടെ കരയിപ്പിക്കുകയും ചെയ്തു. സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥകൾ അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ജീവസുറ്റതായി. കാലാതിർത്തിയായി ജയിൽ പുള്ളികളും ഭിക്ഷക്കാരും വേശ്യകളും പട്ടിണിക്കാരും സ്വവർഗാനുരാഗികളും നിറഞ്ഞ ഒരു ഫാന്റസിയായിരുന്നു ബഷീറിന്റെ ലോകം. ഇത്തരം കഥാപാത്രങ്ങളുടെ ചിന്തയ്ക്കോ വികാരങ്ങൾക്കോ അതുവരെയുള്ള സാഹിത്യത്തിൽ സ്ഥാനമുണ്ടായിരുന്നില്ല. സമൂഹത്തിനു നേരെയുള്ള വിമർശനം നിറഞ്ഞ ചോദ്യങ്ങൾ അദ്ദേഹം ഹാസ്യത്തിലൊളിപ്പിച്ചു വച്ചു. സമൂഹത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്നവർ മാത്രം നായകന്മാരാവുക, മുസ്ലിം കഥാപാത്രങ്ങളെ വില്ലന്മാരായി ചിത്രീകരിക്കുക തുടങ്ങിയ പ്രവണതകളിൽ നിന്നും നോവലുകൾക്ക് മോചനം നൽകിയത് ബഷീറാണ്. തീക്ഷ്ണമായ അനുഭവങ്ങളുടെ തീവ്രത അദ്ദേഹത്തിന്റെ കൃതികളെ അനശ്വരമാക്കി. മുസ്ലിം സമുദായത്തിൽ ഒരു കാലത്ത് നിലനിന്നിരുന്ന എല്ലാവിധ അനാചാരങ്ങൾക്കെതിരെയും വിമർശനാത്മകമായി അദ്ദേഹം തൂലിക ചലിപ്പിച്ചു. ജീവിതരേഖ. ഏറെ വൈകിയാണ് ബഷീർ വിവാഹിതനായത്. 1958 ഡിസംബർ 18 ഫാബി ബഷീറാണ് ഭാര്യ. അനീസ്, ഷാഹിന എന്നിങ്ങനെ 2 മക്കളുണ്ട്. 1994 ജൂലൈ 5 ബഷീർ അന്തരിച്ചു. ഫാബി ബഷീർ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാര്യയും സാഹിത്യകാരിയുമായിരുന്ന ഫാബി ബഷീർ എന്ന ഫാത്തിമ ബീവി അരീക്കോട് കോയിക്കുട്ടി മാസ്റ്ററുടെയും പുതുക്കുടി പറമ്പിൽ തൊണ്ടിയിൽ ഖദീജയുടെയും 7 മക്കളിൽ മൂത്തവളായി 1937 ജൂലൈ 15 ഫാത്തിമ ബീവി ജനിച്ചത്. 10ാം തരത്തിൽ പഠിക്കുമ്പോൾ 1957 ഡിസംബർ 18 ബഷീറുമായുള്ള വിവാഹം. 2015 ജൂലൈ 15 78ാം ജന്മദിനത്തിൽ അവർ നിര്യാതയായി. ഫാത്തിമയുടെ ഫായും ബീവിയുടെ ബിയും ചേർത്താണ് ഫാബിയായത്. ബഷീറുമായുള്ള 36 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന്റെ ഓർമ്മകൾ ഉൾക്കൊള്ളുന്ന ബഷീറിന്റെ എടിയെ എന്ന പേരിൽ DC ബുക്ക് ആത്മകഥ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ബഷീറിന്റെ വ്യക്തിജീവിതത്തിലെ മറ്റാരും അറിയാത്ത അനുഭവങ്ങളും രഹസ്യങ്ങളുമാണ് ഈ പുസ്തകത്തിലൂടെ ഫാബി തുറന്നു പറയുന്നത്. താഹ മാടായിയുടെ രചനാ സഹായത്തിലാണ് ഈ കൃതി തയ്യാറാക്കിയത്. ബഷീറിന്റെ കൃതികൾ. പ്രേമലേഖനം നോവൽ 1943. ബാല്യകാലസഖി 1944. ആനവാരി പൊൻകുരിശ് 1953. ഫാത്തിമയുടെ ആട് 1959. മതിലുകൾ 1989. അടൂർ ഗോപാലകൃഷ്ണൻ മതിലുകൾ എന്ന സിനിമയാക്കി. 1965 ഭൂമിയുടെ അവകാശികൾ. ശബ്ദങ്ങൾ 1947. അനുരാഗത്തിന്റെ ദിനങ്ങൾ. ഡയറി കാമുകന്റെ ഡയറിയായി എന്ന കൃതി പേര് മാറ്റിയത് 1983. സ്ഥലത്തെ പ്രധാന ദിവ്യൻ 1953. വിശ്വവിഖ്യാതമായ മൂക്ക് ചെറുകഥ 1954. ഭാർഗവീ നിലയം 1985. സിനിമയുടെ തിരക്കഥ നീലവെളിച്ചം 1964 എന്ന ചെറുകഥയിൽ നിന്നും കഥാബീജം. നാടകത്തിന്റെ തിരക്കഥ 1945. ജന്മദിനം ചെറുകഥകൾ 1945. ഓർമ്മക്കുറിപ്പ് ചെറുകഥകൾ 1946. അനഘനിമിഷം ലേഖനങ്ങൾ 1945. വിഡ്ഢികളുടെ സ്വർണം ചെറുകഥ 1948. മരണത്തിന്റെ നിഴൽ നോവൽ 1951. മുച്ചീട്ടുകാരന്റെ മകൾ
1951 നോവൽ. പാവപ്പെട്ടവരുടെ വേശ്യ ചെറുകഥകൾ 1952. ജീവിത നിഴൽപ്പാടുകൾ നോവൽ 1954. വിശപ്പ് 1954. ഒരു ഭഗവദ്ഗീത കുറെ ചെറുകഥകൾ 1964. താര സ്പെഷ്യൽസ് 1968. മാന്ത്രിക പൂച്ച 1968. നേരും നുണയും 1969. ഓർമ്മയുടെ അറകൾ 1973. ആനപ്പൂട 1975. ചിരിക്കുന്ന മരപ്പാവ ചെറുകഥ 1975. എം. ബി. പോൾ ഓർമ്മക്കുറിപ്പുകൾ 1991. 1971 ജനുവരിയിൽ കാലിക്കറ്റ് സർവകലാശാല ഡിലീറ്റ് ബിരുദം നൽകിയപ്പോൾ നടത്തിയ പ്രഭാഷണമാണ് അന്തിമകാഹളം. യാ ഇലാഹി മരണത്തിനു ശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥ 1997. സർപ്പയജ്ഞം ബാലസാഹിത്യം. ബഷീറിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട കത്തുകൾ മരണാനന്തരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൃതികളുടെ പരിഭാഷകൾ അതീവ ലളിതവും എന്നാൽ ശൈലികൾ നിറഞ്ഞതുമായ ആ രചനകൾ മലയാള വായനക്കാർക്ക് പാരായണ സുഗമമായിരുന്നു എങ്കിലും അവ പരിഭാഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. എന്നിരുന്നാലും ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട് എന്നീ നോവലുകൾ ഇന്ത്യയിലെ പ്രധാന ഭാഷകളിലെല്ലാം തർജ്ജമ ചെയ്തു പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ കൃതികൾ സ്കോട്ട്ലൻഡിലെ എഡിൻബറോ സർവകലാശാലയിൽ ഒറ്റ പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഡോ. റൊണാൾഡ് ആഷർ എന്ന വിദേശിയാണ് ഇവ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. ഫ്രഞ്ച്, മലായ്, ചൈനീസ്, ജപ്പാനീസ് ഭാഷകളിലും പരിഭാഷകൾ വന്നിട്ടുണ്ട്. അതിനു പുറമെ മതിലുകൾ, ശബ്ദങ്ങൾ, പ്രേമലേഖനം എന്നീ നോവലുകളും പൂവൻപഴം ഉൾപ്പെടെ 16 കഥകളും ഒരു സമാഹാരവും ഓറിയന്റൽ ലാംഗ്മാൻ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചു. ഭാർഗവീനിലയം. ബഷീറിന്റെ നീലവെളിച്ചം എന്ന മൂലകഥയുടെ ചലച്ചിത്രാവിഷ്കാരമാണ് ഭാർഗവീനിലയം. ചന്ദ്രതാരയാണ് ഈ ചിത്രം നിർമ്മിച്ചത്. മധു ആയിരുന്നു നായകവേഷത്തിൽ. മതിലുകൾ. ബഷീറിന്റെ മതിലുകൾ എന്ന നോവൽ സിനിമയായിട്ടുണ്ട്. ആ ചിത്രത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറായി അഭിനയിച്ചത് പ്രശസ്ത നടൻ മമ്മൂട്ടിയാണ്. മതിലുകളിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും ലഭിക്കുകയുണ്ടായി. അടൂർ ഗോപാലകൃഷ്ണനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. സ്ത്രീ കഥാപാത്രങ്ങൾ ഒന്നും തന്നെ അഭിനയിച്ചിട്ടില്ലാത്ത മലയാള ചലച്ചിത്രമാണ് മതിലുകൾ. ഇതിൽ KPSC ലളിതയുടെ ശബ്ദം മാത്രമാണ് ഉള്ളത്. ബാല്യകാലസഖി. സിനിമയായി തീർന്ന ബഷീറിന്റെ രണ്ടാമത്തെ നോവലാണ് ബാല്യകാലസഖി. സംവിധാനം P. ഭാസ്കരൻ. നിർമ്മാണം കലാലയ ഫിലിംസ്. പ്രേം നസീറാണ് മജീദായി അഭിനയിച്ചത്. ഈ സിനിമ പ്രമോദ് പയ്യന്നൂർ സംവിധാനം ചെയ്ത് മമ്മൂട്ടി അഭിനയിച്ച് വീണ്ടും വന്നു. ഇഷ തൽവാർ നായികയുമായി. ബഹുമതികൾ. ഇന്ത്യൻ ഗവൺമെന്റിന്റെ പത്മശ്രീ 1992. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് 1970. കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് 1981. കാലിക്കറ്റ് സർവകലാശാലയുടെ ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ബിരുദം 1987. സംസ്കാര ദീപ അവാർഡ് 1987. പ്രേം നസീർ അവാർഡ് 1992. ലളിതാംബിക അന്തർജന അവാർഡ് 1992. മുട്ടത്ത് വർക്കി അവാർഡ് 1993. വള്ളത്തോൾ പുരസ്കാരം 1993. വിവാദങ്ങൾ. ഇന്റെ ഉപ്പാക്കൊരാനയുണ്ടാർന്നു നാടകത്തിൽ നിന്ന് ഒരു രംഗം. ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി ബഷീറിന്റെ ഇന്റെ ഉപ്പാക്കൊരാനയുണ്ടാർന്നു ഉപപാഠപുസ്തകമാക്കാൻ തീരുമാനിച്ചപ്പോൾ മതസംഘടനകളും പ്രതിപക്ഷവും തീവ്ര വിമർശനങ്ങളാണ് ഉയർത്തിയത്. പ്രധാനമായും ഗ്രന്ഥത്തിൽ അശ്ലീലമുണ്ട് എന്നായിരുന്നു അവരുടെ വാദം. അതിലെ വിമർശനങ്ങളേറ്റ ഒരു രചനയാണ് ശബ്ദങ്ങൾ.